ഇതാ ഞാനായിട്ട് കൊണ്ടുവന്നതാ മരുമോള. ഉം. എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഉം. പിന്നെ മോൻ ഗൾഫിലാ. ഓൻ വരുന്നുണ്ട്. ഓൻ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓക്ക് പള്ളയിലുണ്ടാവും. അപ്പൊ 3 കുട്ടികളായി. എനിക്കാണെങ്കിൽ തീരെ മക്കളൊക്കെ നമുക്ക് നല്ല ഇഷ്ടമാണ്. മക്കളെ നോക്കാനും മക്കളെ നോക്കണമൊക്കെ നല്ലത് നല്ല കാര്യങ്ങൾ നമ്മൾ നോക്കും വേണം. പക്ഷെ എനിക്ക് ഐറ്റകളെ ബാക്കിൽ ഓടിപ്പാടി നടക്കാൻ എനിക്ക് വയ്യാതായി. കാരണം കാലുവേദന അങ്ങനെ ഓരോന്ന്. ഇവളാണെങ്കിൽ ഇവളെ കണ്ടില്ലേ, ഇവളെ ശരീരം കണ്ടില്ലേ, ഇവക്ക് പറ്റേ കഥപ്പ് അത് ഇത് മക്കള് കരയുമ്പോഴേക്കും ഒക്കെ ദേഷ്യം പിടിക്കാം. കാരണം ഒക്കെ ആരോഗ്യമില്ല. ക്ഷീണം ഒക്കെ തീരെ ആരോഗ്യമില്ല. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞതാ, ഈ എല്ലാ പ്രാവശ്യത്തെ പോലെയല്ല, പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ഒരു തൽക്കാല മാർഗം സ്വീകരിക്കണം. അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അവൻ തന്നെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതാ? ഞാൻ പറഞ്ഞതാ. അപ്പൊ അവൻ പറഞ്ഞ ഷബി ഡോക്ടറെ അടുത്ത് പോയിക്കോളിന്നാല് അടുത്ത മാസം വരികയല്ലേ, അപ്പൊ നിങ്ങൾ ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോളി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ എന്നാൽ ഇവള് വല്ലാത്തല്ലേ? ഇല്ല, ഇവളൊന്നും പറയൂല. അവൾ അങ്ങനെ ഒരു കുട്ടിയാ, ആരോടും ഒന്നും പറയില്ല. നിന്റെ ശരീരം നിന്നോട് പറയുന്നില്ലേ? ഇപ്പൊ കിതപ്പ് വന്ന്, ക്ഷീണം വന്ന്, തലകറക്കം വന്ന്, സ്റ്റെപ്പ് കയറാൻ വയ്യ, ഇറിറ്റേഷൻ, അതായത് കുട്ടികൾ കരയുമ്പോൾ നിനക്ക് ദേഷ്യം വരുന്നു. ഇതൊക്കെ എന്താണ്? നിന്റെ ആരോഗ്യം ശോഷിച്ച് പോവുകയാണ്. നിന്റെ ശരീരം നിന്നോട് പറയുകയാണ് ഇനി വയ്യ, എനിക്കൊരു ഗ്യാപ്പ് വേണം. അപ്പം എന്ത് ചെയ്യണം? നീ ഹസ്ബൻഡിനോട് അത് പറയണം, അവതരിപ്പിക്കണം. അത് നിന്റെ കടമയാണ്, നിന്റെ അവകാശമാണത്. പക്ഷെ അത് നിന്റെ അമ്മായിയമ്മയാണ് നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പം നീ മോള് പറയണം, എനിക്കിനി വയ്യ, ഒരു ഗ്യാപ്പ് വേണം. നമ്മളെ കുട്ടികൾ വലുതായിക്കോട്ടെ, അവരാരോഗ്യം നോക്കണം, അവരെ വിദ്യാഭ്യാസം നോക്കണം, അതുപോലെ തന്നെ അവർ സമൂഹത്തിൽ നല്ല പൗരന്മാരെ അവരെ വളർത്തണം, ദുശ്ശീലങ്ങളൊന്നും ഇല്ലാതെ. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്കറിയാമല്ലോ, കുട്ടികളെ വളർത്തലെന്ന് വെച്ചാൽ ഡ്രഗ്സ് ആയിക്കോട്ടെ, പിന്നെ അസോൾട്ട് ആയിക്കോട്ടെ, സെക്ഷൽ അബ്യൂസ് ആയിക്കോട്ടെ, എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിന്നൊക്കെ നമ്മൾ മക്കളെ കാത്ത് സൂക്ഷിച്ച് പൊന്നുപോലെ വളർത്തി നല്ല മക്കളാക്കി കൊണ്ടുവരണം. അതിന് ഭർത്താവ് നാട്ടിലില്ല, നിങ്ങൾ 2 പെണ്ണുങ്ങളേ ഉള്ളൂ, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഗർഭം ധരിച്ച് പ്രസവിച്ചുകൊണ്ടിരുന്നാൽ ഈ മക്കളെ ഭാവി എന്താവും? നിനക്ക് ആലോചിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പറയണം, അത് അവതരിപ്പിക്കണം. അമ്മായിയമ്മ പറഞ്ഞപ്പോൾ നിൻ്റെ ഹസ്ബൻഡ് മനസ്സിലായല്ലോ, എന്ത് മാന്യനാണ്, അപ്പം തന്നെ സമ്മതിച്ചല്ലോ അല്ലേ? അപ്പോൾ ഇനി മുതൽ നീ അത് നിൻ്റെ ശരീരത്തെ കാക്കൽ നിൻ്റെ കടമയാണ്, നിൻ്റെ ആരോഗ്യത്തെ കാക്കൽ. അതുപോലെ തന്നെ നിൻ്റെ മക്കളതും ഇവരെയൊക്കെ നോക്കേണ്ടത് നീയാണ്. നീ തളർന്നാൽ ഒരു കുടുംബം തളരും അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? തൽക്കാലമായിട്ട് നമ്മൾ എന്താ ചെയ്യാം? പൂർണ്ണമായിട്ട് നിർത്തണ്ട കേട്ടോ. തൽക്കാലത്തേക്ക് മതി. പൂർണ്ണമായിട്ട് നിർത്തിയാൽ എനിക്ക് പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നിർത്തൂല, കാണണല്ലോ. അതന്നെ.